ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ മരിയൻസ് അക്കാഡമിയെക്കുറിച്ച് നിങ്ങളോട് ഞാൻ സൂചിപ്പിച്ചിരുന്നു. മരിയൻസ് അക്കാഡമി ഓൺലൈനും ഓഫ്ലൈനായിട്ട് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ്സുള്ള വിദ്യാർത്ഥികൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, അക്കൗണ്ടൻസി എന്നീ സബ്ജക്ട്സുകൾ ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 12ാം ക്ലാസ്സിന് നമ്മുടെ സ്റ്റേറ്റ് സിലബസിലുള്ളവർക്ക് CBSE സിലബസിലുള്ളവർ നമുക്കറിയാം NCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കും. അപ്പം മാത്തമാറ്റിക്സിൽ നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇൻ്റഗ്രൽസ് എന്ന ചാപ്റ്റർ. 7th ചാപ്റ്ററാണ്. നമ്മളത് ജസ്റ്റ് ഒരു ചെറിയൊരു ക്ലാസ് നിങ്ങൾക്ക് ഞാൻ നൽകിയ ഇതുപോലുള്ള ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിൽ വളരെ ഉപകരിക്കും. ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ക്ലാസ് 12 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 7 ഇൻ്റഗ്രൽസ് എന്ന ചാപ്റ്ററാണ്. അവിടെ നമുക്ക് കാണാൻ പറ്റും ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം. നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് പഠിക്കുന്നതിന് മുമ്പ് ആ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ അതിലെന്തൊക്കെയാണുള്ളത്, അതിൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതിലെ സിലബസ് അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത്, എന്തൊക്കെ പഠിക്കേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവുള്ളൂ. ഇവിടെ ഇൻ്റഗ്രൽസ് എന്ന ചാപ്റ്ററിൽ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് ആദ്യത്തെ പാർട്ടിൽ ഒരു ഇൻട്രൊഡക്ഷൻ അവർ നൽകുന്നുണ്ട്. ദെൻ സെക്കൻഡ് പാർട്ടിൽ ഇൻ്റഗ്രേഷൻ ആസ് ആൻ ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ. എന്താണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നു, അത് ഒരു ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ ആണെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക. മൂന്നാമതായിട്ട് മെത്തേഡ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷൻ തന്നെ പല മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാവുന്നത്, ആ മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻ്റഗ്രൽസ് ഓഫ് സം പർട്ടിക്കുലർ ഫങ്ഷൻസ്, ചില പർട്ടിക്കുലർ ഫങ്ഷൻസ് ഇൻ്റഗ്രൽസ് എങ്ങനെ കാണാം എന്നതിനെക്കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ 5ാമത്തെ പാർട്ടിൽ ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻസ്. പാർഷ്യൽ ഫ്രാക്ഷൻസ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് ഇൻ്റഗ്രേഷൻ എന്ന മെത്തേഡ് അപ്ലൈ ചെയ്യുകയും നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ 6ാമത്തെ പാർട്ടിൽ ഒരു ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ച് എങ്ങനെ ആ ഇൻ്റഗ്രേഷൻ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാം. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, അടുത്തതായിട്ട് നമുക്ക് 7ാമത്തെ പാർട്ടായിട്ട് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ഞാൻ പറഞ്ഞു, വളരെയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 8ാമത്തെ പാർട്ട് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ്. ഫണ്ടമെൻ്റൽ തിയറം കാൽക്കുലസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ 9ാമതായിട്ട് ഇവാലുവേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അനുസരിച്ച് എങ്ങനെ ചെയ്യാം. ദെൻ ലാസ്റ്റ് പാർട്ട് ദാറ്റ് ഈസ് സം പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്. അപ്പോൾ ഇൻ്റഗ്രൽ സം പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ 10 സെക്ഷനായിട്ടാണ് ആ ചാപ്റ്ററിനെ ഡിവൈഡ് ചെയ്തത്. നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഏതൊക്കെ പഠിക്കാനുള്ള ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കും. ഇനി ഇതനുസരിച്ച് വേണം നമുക്ക് ഓരോരോ പാർട്ടോട് മുന്നോട്ട് പോകട്ടെ. ഇനി നമുക്ക് ആദ്യത്തെ പാർട്ട് തന്നെ നമുക്ക് എടുക്കാം. എന്താണ് ഈ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആൻഡ് ഡെഫിനിഷൻ എന്താണ്, എക്സാമ്പിൾസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു, ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ. നമുക്കത് നോക്കാം. ദെൻ ഇൻ്റഗ്രേഷൻ എന്താണെന്ന് ഒരു ഡെഫിനേഷൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇൻ്റഗ്രേഷൻ ഈസ് ദ ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ. ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ. ഒരു നോക്കിക്ക്, dx ഓഫ് f(x), ക്യാപിറ്റൽ f(x) ആണ്. അപ്പോൾ f(x)ൻ്റെ ഡെറിവേറ്റീവ് ദറ്റ് ഈസ് സ്മോൾ f(x) നമ്മൾ എഴുതിയിരിക്കുന്നത് f(x) ആണെങ്കിൽ ദെൻ വി റൈറ്റ് എന്താണ് ഇൻ്റഗ്രൽ. ഇൻ്റഗ്രൽ ഓഫ് f(x), ഡെറിവേറ്റീവ് f(x) എടുത്ത് നമ്മൾ സ്മോൾ f(x) ആണെങ്കിൽ ഈ f(x)ൻ്റെ ഇൻ്റഗ്രൽ f(x) dx ദറ്റ് ഈസ് f(x) പ്ലസ് c, f(x) പ്ലസ് c. എന്താ റിവേഴ്സ് പ്രോസസ്സാണ്. ദെൻ ഇവിടെ എന്തെന്നാ c എന്ന് പറഞ്ഞാൽ c ഈസ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. നമ്മൾ ഇൻ്റഗ്രേഷൻ പ്രോസസ് ഓരോ ഇത് ചെയ്യുന്നു പ്ലസ് c ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയും. അത് പ്രത്യേകം ആഡ് ചെയ്യണം, മറന്നുപോയത്. ദെൻ നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ ഡെഫിനിഷൻ അനുസരിച്ചൊരു എക്സാമ്പിൾ പറയും. നിങ്ങൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് sin x-ൻ്റെ ഡെറിവേറ്റീവ്. നമ്മൾ 11ാം ക്ലാസ്സിലെ ഡെറിവേറ്റീവിനെ കുറിച്ച് പഠിച്ചു. എന്താ sin x-ൻ്റെ ഡെറിവേറ്റീവ്? ദാറ്റ് ഈസ് cos x.
അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഡെഫിനിഷൻ അനുസരിച്ച് അത് ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ അനുസരിച്ച് അങ്ങനെയാണെങ്കിൽ കോസെക്സിൻ്റെ ഇൻ്റഗ്രൽ എന്തായിരിക്കും? വളരെ സിമ്പിളായിട്ട് പറയാം. എന്തായിരിക്കും? sin x പ്ലസ് സി ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ്. അത് എഴുതിയേക്കണം. ഇഫ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ്, then integral of cos x dx is equal to sin x plus c. എന്താ ഇതിൽ നിന്ന് തന്നെ ഈ ഡെഫിനേഷൻ ഒക്കെ ക്ലിയർ ആണ്. അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് പഠിക്കാൻ സാധിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വരുന്നത് നോക്കാം. നോക്കിക്കേ, നമ്മൾ ഓൾറെഡി ഡെറിവേറ്റീവ്സ് നമ്മൾ ഓൾറെഡി 12ാം ക്ലാസ്സിൽ 11th സ്റ്റാൻഡേർഡിൽ പഠിച്ചതും അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻ്റഗ്രൽസ്, ആൻറ്റി ഡെറിവേറ്റീവ്സ് എന്ന് പറയും. ആൻറ്റി ഡെറിവേറ്റീവ്സ് നമ്മൾ എഴുതിയിരിക്കുന്ന ഈ കുറച്ച് റിസൾട്ട്സ് വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് റിസൾട്ട്സ് നമുക്ക് ആദ്യം. അതായത് നമ്മൾ ഓൾറെഡി 12ാം ക്ലാസ് പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതിൻ്റെ ഇൻ്റഗ്രൽ എന്താണെന്ന് മനസ്സിലാക്കുകയാണ്. എന്നിട്ട് നമ്മൾ പ്രോബ്ലത്തിലോട്ട് കടയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം പഠിക്കാൻ, സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം, എഴുതി പഠിക്കണം. ഈ റിസൾട്ട്സ് എല്ലാം നമ്മുടെ മെമ്മറിയിൽ കൊണ്ടുവരണം. അല്ലെ വളരെ വല്ല ബുക്കിലൊക്കെ നോക്കി എഴുതി വെക്കരുത്. ഓക്കെ, എങ്ങനെയാണ് നോക്കാം നമുക്ക്. നോക്കിയ കുട്ടികളെ, നമ്മൾ ഡി ബൈ ഡി എക്സ് എക്സ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 നമ്മൾ ഓൾറെഡി പഠിച്ചു. ദാറ്റ് ഈസ് എക്സ് ടു എൻ എന്ന് പഠിച്ചു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് എക്സ് ടു എൻ ഡി എക്സ് എന്തായിരിക്കും? ദാറ്റ് ഈസ് എക്സ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1. എന്താ ഇതാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇൻ്റഗ്രൽ ഇല്ല. എന്താ എക്സ് ടു എൻ ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1. ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ, എൻ നോട്ട് ഈക്വൽ ടു -1. n -1 നോട് 0 അത് വരരുത്. അതുകൊണ്ടാണ് n നോട്ട് ഈക്വൽ ടു -1. പിന്നെ പ്ലസ് സി, നമ്മൾ ആ ഇൻ്റഗ്രേഷൻ പ്രോസസ്സ് കഴിയുമ്പോൾ ഉടനെ തന്നെ പ്ലസ് സി നമ്മൾ കൊടുത്തിരിക്കണം. മറന്നു പോയിരുന്നു. ഇനി അടുത്ത നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഡെറിവേറ്റീവ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? നമുക്കറിയാം 1 ആണ്. അങ്ങനെ 1ൻ്റെ ഇൻ്റഗ്രൽ എന്തായിരിക്കും? ഇൻ്റഗ്രൽ ഓഫ് 1 ഡി എക്സ് അല്ലെ, ജസ്റ്റ് ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞതായിരിക്കും. That is x plus c. കണ്ടാ, that's ആൻറ്റി ഡെറിവേറ്റീവ്, ഇൻവേഴ്സ് പ്രോസസ്. അതാണ് എല്ലാ റിസൾട്ട്സിനെല്ലാം അതുപോലെ തന്നെ ഞാൻ എഴുതിയിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം. ഇതിങ്ങനെ മനസ്സിലാക്കി കണക്ട് ചെയ്ത് പഠിക്കണം. ഇങ്ങനെ നമ്മുടെ മനസ്സിലിരിക്കുള്ളൂ. അത് വെറുതെ ബൈ ഹാർട്ട് പഠിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? നമ്മൾ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും ഓരോ റിസൾട്ട് പഠിക്കുമ്പോഴും എന്തുകൊണ്ട് നമ്മൾ ചോദിക്കണം നമ്മുടെ മനസ്സിൽ. അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ ഏത് പ്രോബ്ലംസ് കിട്ടിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യും. അടുത്ത നോക്കിക്കുക, ഡെറിവേറ്റീവ് സൈൻ എക്സ് ഞാൻ എക്സാമ്പിൾ നേരത്തെ തന്നാണ്. കോസ് എക്സ് ആണെങ്കിൽ ഇൻ്റഗ്രൽ കോസ് എക്സ് എന്തായിരിക്കും? സൈൻ എക്സ് പ്ലസ് സി. കണ്ട, സൈൻ എക്സ് പ്ലസ് സി. ഡെറിവേറ്റീവ് കോസ് എക്സ് സൈൻ എക്സ് കോസ് എക്സ് ആണെങ്കിൽ കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് പ്ലസ് സി. അതുപോലെ തന്നെ ശ്രദ്ധിച്ച് നോക്കിക്ക്, ഡെറിവേറ്റീവ് ഓഫ് മൈനസ് കോസ് എക്സ് ദാറ്റ് ഈസ് സൈൻ എക്സ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്തായിരിക്കും? മൈനസ് കോസ് എക്സ് പ്ലസ് സി. കണ്ട റിസൾട്ട് ആ രീതിയിൽ പഠിക്കണം. ദെൻ അടുത്ത് നോക്കി, ഡെറിവേറ്റീവ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സി സ്ക്വയർഡ് എക്സ്. അങ്ങനെ ഇൻ്റഗ്രൽ ഓഫ് സി സ്ക്വയർഡ് എക്സ് ഡി എക്സ് എന്താണ്? ദാറ്റ് ഈസ് ടാൻ എക്സ് പ്ലസ് സി. ടാൻ എക്സ് പ്ലസ് സി. ക്ലിയർ ആയോ? ഇത്ര റിസൾട്ട്സ് നമ്മൾ എഴുതി പഠിക്കണം. ഒരു 5 മിനിറ്റ് ഇതിനു വേണ്ടി ചിലവഴിച്ചാൽ മതി. പിന്നെ നിങ്ങൾ ഇൻ്റഗ്രേഷൻ എന്ന ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഏത് കാര്യങ്ങളും ഇങ്ങനെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കാനും സാധിക്കണം. അടുത്തത് നമുക്ക് നോക്കാം, റിസൾട്ട് നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട റിസൾട്ട്സ് ആണ്. ഇത് ആദ്യം പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാം. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കിയത്. ദെൻ ഡെറിവേറ്റീവ് ഓഫ് മൈനസ് കോട്ട് എക്സ് ദാറ്റ് ഈസ് കോസി സ്ക്വയർഡ് എക്സ്. അങ്ങനെയാണ് ഇൻ്റഗ്രൽ കോസി സ്ക്വയർഡ് എക്സ് എന്തായിരിക്കും? ദാറ്റ് ഈസ് മൈനസ് കോട്ട് എക്സ് പ്ലസ് സി, ആൻറ്റി ഡെറിവേറ്റീവ്. നെക്സ്റ്റ് വൺ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ദാറ്റ് ഈസ് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. ദെൻ ഇൻ്റഗ്രൽ സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് സീക്ക് എക്സ് പ്ലസ് സി. സിമ്പിൾ അല്ലേ? ഇതുപോലെ കണക്ട് ചെയ്യും. ഇതൊക്കെ നമ്മൾ പഠിച്ച ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച റിസൾട്ട്സ് ആണ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്റർ. ദെൻ അടുത്ത ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് എക്സ് ദാറ്റ് ഈസ് കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ടെക്സ് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ടെക്സ് എന്തായിരിക്കും? ദാറ്റ് ഈസ് മൈനസ് കൊസീക്ക് എക്സ് പ്ലസ് സി. ദെൻ നെക്സ്റ്റ് വൺ നമുക്ക് സൈൻ ഇൻവേഴ്സസ് കോസ് ഇൻവേഴ്സ് എക്സ് ടാൻ ഇൻവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. ഓർക്കുന്നുണ്ടോ? നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന ചാപ്റ്റർ ഫസ്റ്റ് ഇയറിൽ അതിലുള്ള റിസൾട്ട്സുകളാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ദാറ്റ് ഈസ് 1/√1 - x സ്ക്വയർ. Then integral of 1/√1 - x square dx that is sin inverse x plus c. ശ്രദ്ധിക്കുക.
നെക്സ്റ്റ് വൺ ഡെറിവേറ്റീവ് മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ദാറ്റ് ഈസ് 1/√1 മൈനസ് എക്സ്. ഇവിടെ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്, ഇവിടെ ജസ്റ്റ് സൈൻ ഇൻവേഴ്സ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ 1/√1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ദാറ്റ് ഈസ് മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി, മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ക്ലിയർ? നെക്സ്റ്റ് വൺ ഡെറിവേറ്റീവ് ടാൻ ഇൻവേഴ്സ് എക്സ് ദാറ്റ് ഈസ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. Then 1/1 plus x square dx in the integral, that is integral 1/1 plus x square dx, that is tan inverse x plus c. Clear ആയോ? Then അടുത്ത കുറച്ച് റിസൾട്ട്സോടുകൂടി നമുക്ക് ആ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച ഡെറിവേറ്റീവ്സ് കണക്ട് ചെയ്ത് നമുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്ത റിസൾട്ട് ഒരു 3 കണ്ണം കൂടിയുള്ളൂ, ശ്രദ്ധിച്ചു നോക്കുക. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് ദാറ്റ് ഈസ് ഇ റേസ് ടു എക്സ് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ ഇ റേസ് ടു എക്സിന് പത്തേണ്ട, അത് ഡിഫറൻഷിയേറ്റ് ചെയ്യലും ഇൻ്റഗ്രേറ്റ് ചെയ്യലും സെയിം റിസൾട്ട്. അങ്ങനെയാണ് ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് ഇ റേസ് ടു എക്സ് പ്ലസ് സി. ക്ലിയർ? നെക്സ്റ്റ് വൺ ഡെറിവേറ്റീവ് ലോഗ് മോഡുലസ് ഓഫ് എക്സ്, then that is 1/x. Then integral of 1/x dx log modulus of x plus c. Clear? Next one derivative a raised to x divided by log a, that is a raised to x നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ integral of a raised to x dx എന്തായിരിക്കും? that is a raised to x divided by log a plus c. ഇത്രയും റിസൾട്ട്സുകൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇയറിൽ +1 നിങ്ങൾ പഠിച്ച ഡിഫറൻഷ്യൽ ചാപ്റ്ററിൽ പഠിച്ച റിസൾട്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ ഇൻ്റഗ്രലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയും. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും. ഇത് നമ്മൾ മനസ്സിൽ എപ്പോഴും നമ്മൾ കൊണ്ടുവരണം. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ റിസൾട്ട്സുകൾ നമ്മളിവിടെ മുതൽ ഈ ഒരു ഏകദേശം 10-14 റിസൾട്ട്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ ഓരോ റിസൾട്ട്സും നിങ്ങൾ കൃത്യമായിട്ട് എഴുതി പഠിക്കണം, മനസ്സിൽ കൊണ്ടുവരണം. അതല്ലാതെ ആ നേരത്തെ എവിടെയും ബുക്കിലൊക്കെ നോക്കി എഴുതിയിട്ട് കാര്യമില്ല. അങ്ങനെ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിരിക്കും കാര്യങ്ങൾ. അടുത്ത നിങ്ങൾ ഈ റിസൾട്ട്സുകൾ ശരിക്കും നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്ന് പഠിക്കും. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് 2-3 പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ ഇരിക്കും നോക്കാം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. ഫൈൻഡ് ദ ഫോളോയിങ് ഇൻ്റഗ്രൽസ്. ഇൻ്റഗ്രൽസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ പഠിച്ച റിസൾട്ട്സ് ഉപയോഗിച്ച് മാത്രം ചെയ്ത കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ നമ്മൾ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ് നമ്മൾ ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസാണ്. അതെങ്ങനെ നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓൾറെഡി വർക്കൗട്ട് ചെയ്തിരിക്കുന്ന പ്രോബ്ലം. അതിൽ നമുക്ക് കാണാൻ സാധിക്കും സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ്. ഇവിടെ നമുക്ക് ഒന്ന് ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അതായത് ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ f1x പ്ലസ് f2x ഡി എക്സ് ആണെങ്കിൽ ഇൻ്റഗ്രൽ f1x ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ f2x ഡി എക്സ് എഴുതുന്ന പോലെ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ സൈൻ എക്സ് പ്ലസ് ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് നമുക്ക് എഴുതുന്നു. നമുക്ക് അതിൻ്റെ ഓരോന്നിനും റിസൾട്ട്സ് നമുക്കറിയാം. അതുപോലെ തന്നെ ഈ പ്രോബ്ലം നമുക്കൊന്ന് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുക. അതായത് ഇൻ്റഗ്രൽ കൊസീക്ക് എക്സ് ഇൻറ്റു കൊസീക്ക് എക്സ് പ്ലസ് കോട്ട് എക്സ് ഡി, ഇതിൻ്റെ കൊസീക്ക് എക്സ് ഇൻറ്റു കൊസീക്ക് എക്സ് ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ കൊസീക്ക് എക്സ് ഇൻറ്റു കൊസീ സ്ക്വയർ എക്സ് പ്ലസ് കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ട് എക്സ് ഡി എക്സ് കിട്ടും. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള പോയി. അതുപോലെ തന്നെ ഇൻ്റഗ്രൽ 1 മൈനസ് സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് അത് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ 1 കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ പ്രോബ്ലം ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ പ്രോബ്ലം തന്നെ എടുക്കാം. ഏതാണ്? വി ഹാവ് ഇൻ്റഗ്രൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ്. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. എങ്ങനെ കിട്ടും? നമുക്ക് ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം പ്ലസ് ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ രണ്ടായിട്ട് എഴുതി. നമുക്ക് വളരെ സിമ്പിൾ അല്ലേ? ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് പ്ലസ് ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ് ഉണ്ടോന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ്. പക്ഷേ നമുക്ക് പഠിച്ചു എന്താണ് ഇൻ്റഗ്രൽ സൈൻ എക്സ്. ഓൾറെഡി റിസൾട്ട് നമ്മൾ പഠിച്ചു. എന്താ സൈൻ എക്സ് ഉണ്ടെങ്കിൽ മൈനസ് കോസ് എക്സ്. അപ്പോൾ ആ റിസൾട്ട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് മൈനസ് കോസ് എക്സ് ഇൻ്റഗ്രൽ സൈൻ എക്സ്. ദെൻ അതുപോലെ ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താ പഠിച്ചത്? ദാറ്റ് ഈസ് സൈൻ എക്സ്. ദെൻ പ്ലസ് സി ഇൻ്റഗ്രേഷൻ പ്രോസസ് പ്ലസ് സി ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ്. ഇത്രയുള്ള എൻ്റെ ചെയ്യാൻ വളരെ സിമ്പിളായിട്ടുള്ള ഐഡിയ. പലപ്പോഴും എക്സാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കുട്ടികൾ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ട് അത് പലപ്പോഴും തെറ്റിക്കാറുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ. നിങ്ങൾ എഴുതിയെടുക്കാതെ എന്നെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ദെൻ അടുത്ത പ്രോബ്ലത്തോട്ട് നമുക്ക് കിടക്കണം.
നമ്മളിതെല്ലാം കൃത്യമായിട്ട് PDF ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. അതിനെക്കുറിച്ച് അതിൻ്റെ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അയച്ചു തരാം. Then we have integral cosec x into cosec x plus cot x dx. അടുത്ത പ്രോബ്ലം കണ്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക, രണ്ട് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. Then cosec x into cosec x, that is cosec square x, just multiply. Next cosec x into cot x, that is cosec x into cot x. അപ്പോൾ രണ്ട് ഇതായിട്ട് നമുക്ക് എഴുതാൻ പറ്റും കണ്ടോ. That is the integral cosec square x plus cosec x into cot x dx പോകുന്നു. ഇനി നമ്മൾ പഠിച്ച റിസൾട്ട് അപ്ലൈ ചെയ്ത് നോക്കിക്കേ. എന്താ നമ്മൾ പഠിച്ചത്? cosec square xൻ്റെ നമുക്ക് ഇൻറ്റഗ്രൽ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ രണ്ട് ഇൻറ്റഗ്രലായിട്ട് എഴുതിയിരിക്കുന്നു, ശ്രദ്ധിക്കണേ. ഇൻറ്റഗ്രൽ cosec square x dx പ്ലസ് അടുത്ത ഇൻറ്റഗ്രൽ cosec x into cot x രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇങ്ങനെ എഴുതി. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പഠിച്ച റിസൾട്ട് അപ്ലൈ ചെയ്യാം. ഇതെല്ലാം ഡയറക്റ്റ് ആണ് കേട്ടോ. ഇനി ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ നമുക്ക് വരും. ഡയറക്റ്റ് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇടും. സിമ്പിൾ ടു കോംപ്ലക്സ് നമ്മുടെ ഐഡിയ. ഓക്കെ, ദെൻ എന്തായിരിക്കും? cosec square x dxൻ്റെ ഇൻറ്റഗ്രൽ നമ്മൾ പഠിച്ചത് മൈനസ് കോട്ട് എക്സ് ഓൾറെഡി പഠിച്ചു. ആ റിസൾട്ട് നമ്മുടെ മെമ്മറിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് അത് പഠിച്ചിരിക്കുന്നത് കൊണ്ടാകും. അതുപോലെ തന്നെ എന്താണ് cosec x into cot x dx നമ്മൾ പഠിച്ച റിസൾട്ട് മൈനസ് cosec x പ്ലസ് സി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് നമുക്ക് റിസൾട്ട് മൈനസ് കോട്ട് എക്സ് പ്ലസ് മൈനസ് cosec x പ്ലസ് സി. അതാണ് നമുക്ക് തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രൽ. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. ദെൻ ലാസ്റ്റ് വൺ we have integral 1 minus sin x divided by cos square x dx. ഈ പ്രോബ്ലം നമുക്ക് കിട്ടുമ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ നമുക്ക് ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട്, ഇത് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ടെൻഷൻ ഒന്നും വേണ്ട. നിങ്ങൾ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യുക. എങ്ങനെയാണ് നോക്കിക്കേ? 1 by cos square x, 1 by cos 1 minus sin x by cos square x all divided by cos square x. അപ്പോൾ 1 by cos square x മൈനസ് പ്ലസ് ആണ്, പ്ലസ് ഇട്ട് കൊടുക്കുക, മൈനസ് ആണ്, മൈനസ് sin x by cos square x. ഇൻറ്റഗ്രൽ സിമ്പിളും കൂടി അതിൻ്റെ കൂടെ കിട്ടുള്ളൂ. രണ്ട് ടേംസ് നമുക്ക് ഇൻറ്റഗ്രേഷൻ രണ്ട് സെപ്പറേറ്റ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എങ്ങനെ എഴുതാം? 1 by cos square x ഇൻറ്റഗ്രൽ 1 by cos square x dx മൈനസ് then sin x by cos square x, sin x by cos square x ഇൻറ്റഗ്രൽ sin x by cos square x dx. കണ്ട സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിച്ച കുട്ടികളെ. ഇങ്ങനെ നമ്മൾ സംശയമില്ലെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറഞ്ഞാൽ 1 minus sin x by cos square dx നമുക്ക് സ്പ്ലിറ്റ് ഇൻറ്റഗ്രൽ 1 by cos square x മൈനസ് ദെൻ ഈ മൈനസ് സിമ്പിളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്, ശ്രദ്ധിക്കണേ. ദെൻ അതുപോലെ sin x by cos square x dx. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ, ഈ 1 by cos square x നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഫസ്റ്റിൽ. എന്താ പഠിച്ചത്? ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് സി സ്ക്വയർ എക്സ്. അപ്പോൾ അതിന് സി സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഇതുണ്ട് 1 by cos square x സി സ്ക്വയർ എക്സ്. ഇനി നോക്കുക, sin x by cos square x tan x into sec x എന്ന് എഴുതി. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട്. ദെൻ sin x by cos square x-ന് നമുക്ക് എങ്ങനെ എഴുതാം? sin x by cos x into 1 by cos x എന്ന് എഴുതാം. നമുക്ക് നോക്കിക്കേ, sin x by cos square x-ന് cos x into cos x എന്ന് എഴുതി. അപ്പോൾ നമുക്ക് sin x by cos x എന്ന് എഴുതാം. അടുത്തത് പിന്നെ ഇവിടെ നമുക്ക് sin x ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് ഇൻറ്റു 1 എന്നാണ് ശരിക്കും, sin x into 1. അപ്പോൾ 1 by cos x. അപ്പോൾ നമുക്ക് cos square x-ന് cos x into cos x എഴുതി. അപ്പോൾ നമുക്ക് അത് തന്നെ കിട്ടും, sin x into 1 ദാറ്റ് ഈസ് sin x, cos x into cos x cos square x. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും sin x by cos x എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് tan x ആണ്. ദെൻ 1 by cos x എന്ന് പറഞ്ഞാൽ sec x ആണ്. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്, tan x into sec x. ക്ലിയർ ആയോ? കണ്ടോ? അപ്പോൾ നമുക്ക് രണ്ട് ഫങ്ഷൻസ് നമുക്ക് അറിയാവുന്ന റിസൾട്ട്സോട് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെയാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ റിസൾട്ട് അറിയണം. ഇങ്ങനെയൊക്കെ നമുക്ക് റിസൾട്ട് ഉണ്ടെന്ന് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റുള്ളൂ. മാത്രമല്ല നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് മെമ്മറിയിൽ നിന്ന് കൊണ്ടുവന്ന് അത് അപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കും. ദെൻ എന്തായിരിക്കും? സി സ്ക്വയർ എക്സ് ഇൻറ്റഗ്രൽ സി സ്ക്വയർ ഡി എക്സ് മൈനസ് ഇൻറ്റഗ്രൽ ടാൻ എക്സ് ഇൻറ്റു സീക്ക് എക്സ് ഡി എക്സ്. ഇനി നമുക്കറിയാം സി സ്ക്വയർ എക്സിൻ്റെ ഇൻറ്റഗ്രൽ നമുക്കറിയാം, ദാറ്റ് ഈസ് ടാൻ എക്സ്. ഓൾറെഡി നമ്മൾ പഠിച്ചല്ലേ, ദാറ്റ് ഈസ് ടാൻ എക്സ്. അതുപോലെ തന്നെ ടാൻ എക്സ് ഇൻറ്റു സീക്ക് എക്സിൻ്റെ ഇൻറ്റഗ്രൽ നമ്മൾ പഠിച്ചു, ദാറ്റ് ഈസ് സീക്ക് എക്സ് നമ്മളോട് പഠിച്ചു. എന്താ ഓൾറെഡി നമ്മൾ ആ പഠിച്ച റിസൾട്ട്സ് ഇവിടെ അപ്ലൈ ചെയ്തു. അതനുസരിച്ച് എന്ത് എഴുതാൻ പറ്റും? ദെൻ ഇൻറ്റഗ്രൽ സി സ്ക്വയർ എക്സ് ഡി എക്സ് ദാറ്റ് ഈസ് ടാൻ എക്സ് എന്ന് കിട്ടും. ഇൻറ്റഗ്രൽ ടാൻ എക്സ് ഇൻറ്റു സീക്ക് എക്സ് നമുക്ക് കിട്ടുക സീക്ക് എക്സ് ആണ്, ദാറ്റ് ഈസ് പ്ലസ് സി. ഇത്രയാണ്, വളരെ സിമ്പിളാണ്. കണ്ടോ? ഇതൊരു 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടോ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ടോ ഒക്കെ ചോദിക്കാവുന്ന
അപ്പോൾ ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ച റിസൾട്ട്സിലോട്ട് നേരിട്ടെത്തുന്ന രീതിയിലുള്ളത്. ഇനി നമുക്ക് വളരെയധികം പ്രോബ്ലംസ്, നമുക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. വളരെ ഇതുപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് മറ്റ് പ്രോബ്ലംസും മറ്റു കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. താങ്ക് യു.